1000 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടും അപ്ഡേഷൻ വരുത്തി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു വലിയ ഡോട്ട് കാണും. അവിടെ ചാനൽ എന്ന് പറയും. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇതുവരെയും 1000 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആക്കാത്ത ഒത്തിരി പുതിയ യൂട്യൂബേഴ്സ് ഉണ്ട്. അതിൽ പലരും ചാനൽ തുടങ്ങിയിട്ട് ഒരു വർഷം ആയവര്, ഒരു വർഷത്തിൽ കൂടുതലായവർ വരെ ഉണ്ട്. കുറച്ചു പേർക്കൊക്കെ വാച്ച് അവർ കംപ്ലീറ്റ് ആയിട്ടും സബ്സ്ക്രൈബർ എന്ന് പറയുന്ന ഒരു സ്വപ്നം കംപ്ലീറ്റ് ആക്കാത്ത ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഞാനിന്ന് ഈ പറയുന്ന രീതിയിൽ നിങ്ങളുടെ ചാനലിൽ പുതിയൊരു അപ്ഡേഷൻ വരുത്തി കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമ്മുടെ 1000 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആക്കാനും പറ്റും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഡെയിലി വീഡിയോസും ഷോർട്സും ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 1000 സബ്സ്ക്രൈബർ കംപ്ലീറ്റ് ആവുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന ഒരു വലിയ സ്വപ്നം നമുക്ക് സാധിച്ചെടുക്കാനും കഴിയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: നിങ്ങളുടെ ചാനലിന്റെ ലിങ്ക് കോപ്പി ചെയ്ത് YT സ്റ്റുഡിയോയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്നും എവിടെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്നും ഞാൻ ഈ വീഡിയോയിലൂടെ വ്യക്തമായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക. ഈ യൂട്യൂബേഴ്സിന് ഈ ഒരു സെറ്റിംഗ്സിനെ പറ്റി അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ യൂട്യൂബേഴ്സിന് ഒത്തിരി ഹെൽപ്ഫുൾ ആയ കുറച്ച് വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവർ ആ വീഡിയോസ് ഒക്കെ കയറി കാണുക. നിങ്ങളുടെ ചാനലിലും ആ ഒരു വീഡിയോസ് ഒക്കെ ആ ഒരു രീതിക്ക് അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇവിടെ തൊട്ടാണ് നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ച് കാണേണ്ടത്. അപ്പോൾ ഈ ഒരു സെറ്റിംഗ്സിന് വേണ്ടിയിട്ട് നമുക്ക് യൂട്യൂബ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ എൻ്റെ ചാനൽ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് മുകളിലായിട്ട് 3 ഡോട്ട് കാണും, അവിടെ ക്ലിക്ക് ചെയ്യുക. ഇതിൽ കാണുന്ന ഷെയർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ചാനലിന്റെ ലിങ്ക് കോപ്പി ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമ്മുടെ ചാനലിന്റെ ലിങ്ക് കോപ്പി ആയിട്ടുണ്ട്. ഇനി ബാക്ക് പോവാം. ഇനി നമുക്ക് ക്രോം ബ്രൗസറിലാണ് ബാക്കി സെറ്റിംഗ്സ് എല്ലാം ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു ഇന്റർഫേസ് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും. അതിൽ യൂട്യൂബിന്റെ ലോഗോ കാണുന്നിടത്ത് ക്ലിക്ക് ചെയ്യുക. കുറച്ച് ടൈം എടുക്കും നമ്മുടെ ലോഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഇന്റർഫേസ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ താഴെയായിട്ട് നമ്മുടെ പ്രൊഫൈൽ കാണാനായിട്ട് കഴിയും. അപ്പോൾ സിംപ്ലി നമ്മുടെ പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ ചാനൽ ഓപ്പൺ ചെയ്തെടുക്കുന്ന സമയത്ത് YT സ്റ്റുഡിയോയിലും ഇതേ ചാനലിൽ തന്നെ ലോഗിൻ ചെയ്തിരിക്കണം. എങ്കിലും മാത്രമേ ഞാൻ ഈ പറയുന്ന സെറ്റിംഗ്സ് കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. കാരണം നമ്മുടെ യൂട്യൂബേഴ്സിന് ഒരുപാട് അക്കൗണ്ടുകൾ കാണും. അപ്പോൾ അതിൽ പിന്നെ പല അക്കൗണ്ടുകളിലായിട്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ സെറ്റിംഗ്സ് കൊണ്ട് ഒരു പ്രയോജനവും ഉണ്ടായിരിക്കില്ല. കാരണം പല യൂട്യൂബേഴ്സിനും ഒന്നിൽ കൂടുതൽ അക്കൗണ്ട് കാണും. അപ്പോൾ യൂട്യൂബിൽ നമ്മൾ ഒരു അക്കൗണ്ട് വഴി ലോഗിൻ ചെയ്യുകയും YT സ്റ്റുഡിയോയിൽ മറ്റൊരു അക്കൗണ്ട് വഴിയും ലോഗിൻ ചെയ്യുകയും ചെയ്താൽ ഞാൻ ഈ പറയുന്ന സെറ്റിംഗ്സ് കൊണ്ട് നമുക്ക് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല. ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്ന ചാനൽ നെയിമിന്റെ താഴെയായിട്ട് കസ്റ്റമൈസ്ഡ് ചാനൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ഇവിടെ ഡെസ്ക്ടോപ്പ് മോഡിൽ ഓപ്പൺ ആയി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചാനൽ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ താഴെയായിട്ട് സെറ്റിംഗ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ മറ്റു കുറച്ച് ഓപ്ഷൻസ് ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ചാനൽ ക്ലിക്ക് ചെയ്യുക. അപ്പം അതിൽ ആദ്യം ബേസിക് ഇൻഫോ, താഴെയായി കാണുന്ന കീവേഡ്സ്, ഇവിടെയാണ് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചാനലിന്റെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ചാനലിന്റെ ലിങ്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിനോടൊപ്പം മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട വീഡിയോസ് ആണോ ചെയ്യുന്നത് ആ കാറ്റഗറിയിൽ ഫേമസ് ആയ 1-2 ചാനലിന്റെ പേരും കൂടെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് ഗുണമുണ്ടെന്ന് പല ആൾക്കാർക്കും ഡൗട്ട് കാണും. നമ്മുടെ ലിങ്ക് ഇങ്ങനെ കോപ്പി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുകയും ബ്രൗസ് ഫ്യൂച്ചർ വഴി നമുക്ക് വ്യൂസ് കിട്ടുകയും ചെയ്യും. അതുപോലെ നമ്മുടെ ഫേമസ് ചാനലിന്റെ നെയിംസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഫേമസ് ചാനലുകാർക്ക് ഒത്തിരി സബ്സ്ക്രൈബേഴ്സും വ്യൂസും കാണും. അപ്പോൾ അവർ ചെയ്യുന്ന അതേ കാറ്റഗറിയിൽപ്പെട്ട വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അവരുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് ഇടയാവും. അപ്പോൾ നമുക്ക് അതുവഴി നമ്മുടെ വ്യൂസ് കൂട്ടിയെടുക്കാനും കഴിയും. കീവേഡ്സ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട സമയത്ത് മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് കാറ്റഗറിയിൽപ്പെട്ട വീഡിയോസ് ആണോ ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട കീവേഡ്സ് മാത്രമേ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. ഞാൻ എൻ്റെ പല വീഡിയോസിലും കീവേഡ്സ് കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് എൻ്റെ ചാനലിൽ ഷോർട്സ് ആയിട്ട് ചെയ്യുന്നത് ലഞ്ച് ബോക്സ്, ഡെയിലി വ്ലോഗ്, കുക്കിംഗ്, ഇതൊക്കെയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കീവേഡ്സ് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോയിൽ
ഞാൻ യൂട്യൂബ് ടിപ്സ്, ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കീവേഡ്സ് ആണ് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾ കീവേഡ്സ് ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വീഡിയോസിനും കാറ്റഗറിക്കും അനുസരിച്ചുള്ള കീവേഡ്സ് മാത്രമേ നിങ്ങൾ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ യൂട്യൂബിന്റെ റെക്കമെൻഡേഷൻ വഴി നമുക്ക് ആ വീഡിയോസിനൊക്കെ വ്യൂസ് കിട്ടുകയുള്ളൂ. പറഞ്ഞതുപോലെ കീവേഡ്സും ലിങ്കും ഒക്കെ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലൂടെ കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് ജെനുവിൻ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. കാരണം നമ്മുടെ വീഡിയോസ് ഷോർട്സ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ നല്ല നല്ല കണ്ടന്റ് സെലക്ട് ചെയ്ത് ഇംപ്രസീവായ തമ്പനെയിൽ ഉപയോഗിച്ച് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല നല്ല ഷോർട്സും വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിൽ നല്ല സബ്സ്ക്രൈബേഴ്സും വ്യൂസും ഒക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതുപോലെ നിങ്ങൾ വീഡിയോസ് ഒക്കെ കണ്ടെത്തുക. പിന്നെ നമ്മുടെ ചാനലിന് ഒരു ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ ചാനലിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പറഞ്ഞ സെറ്റിംഗ്സ് ഒക്കെ നിങ്ങൾ ഉൾപ്പെടുത്തി കണ്ടന്റ് സെലക്ട് ചെയ്ത് ഡെയിലി നിങ്ങളുടെ ചാനലിൽ ഷോർട്സും വീഡിയോസും ഒക്കെ അപ്ലോഡ് ചെയ്ത് വാച്ച് അവറും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കംപ്ലീറ്റ് ആക്കി ചാനൽ മോണിറ്റൈസ് ചെയ്ത് എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.